വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ സൺഡേ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്ന കരുതി. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. കാരണം കുറേ അധികമായി ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട്. അപ്പോൾ ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ കാറ് മെട്രോ സ്റ്റേഷനിൽ ഇട്ടിട്ട് അവിടെ നിന്ന് മെട്രോ കയറി പോകാമെന്ന് കരുതി. ബിക്കോസ് സൺഡേ ആയത് കാരണം തന്നെ അന്ന് നല്ല റഷായിരിക്കും റോഡിലൊക്കെ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ പോണതിന് മുമ്പ് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാനായിട്ടൊരു ഷേക്ക് കുടിച്ച് ആൾ സ്നാക്സും ടീയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റോളം നമ്മളവിടെ ഉണ്ടായി. എന്നിട്ടാണ് നമ്മൾ നേരെ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കയറിയത്. എങ്ങോട്ടായിരുന്നു? മഹാരാജാസിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് പിന്നെ അധികം ദൂരമില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ അത്ര വലിയ തിരക്കില്ല. കാരണം സെക്കൻഡ് സ്റ്റേഷനാണല്ലോ. അപ്പോൾ അത് കാരണം അവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല. ആരും ഇല്ല ശരിക്കും. ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോ വന്നായിരുന്നു. മെട്രോ വന്നപ്പോൾ മെട്രോയിൽ തിരക്കുണ്ട്. കാരണം ഫസ്റ്റ് ആലുവയിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം ഫില്ലായിട്ടായിരുന്നു വന്നത്. അങ്ങനെ നമ്മൾ മഹാരാജാസ് എത്തി. അവിടെ നിന്ന് ഒരു ഊബർ പിടിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി നമ്മൾ നേരെ അവിടുത്തെ നമ്മുടെ എറണാകുളത്തേക്ക് ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഷോപ്പാണ് റഹ്മാനിയയിൽ ബിരിയാണി കഴിക്കാനായിട്ട് പോകാൻ കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കേട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി നേരെ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും സുഭാഷ് പാർക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ആയി ഇങ്ങോട്ട് വന്നത്. ഞാൻ ഓർക്കുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെയാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെയൊക്കെ കയറിയേക്കണതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ടൊക്കെ പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. പക്ഷെ ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. അത് നമുക്ക് വഴിയെ കാണാം. നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് അങ്ങോട്ട് പെട്ടുപോയായിരുന്നു. അങ്ങനെ ഈ ഒരു വഴി കൂടിയൊക്കെയാണ് നമ്മൾ പോയത്. നേരെ നമ്മൾ റഹ്മാനിയയിലെത്തി. അവിടെ ചെന്ന് എന്തായാലും ബിരിയാണി കഴിക്കണമെന്നായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. അപ്പോൾ അത്യാവശ്യം റഷുണ്ട്, ചെറിയൊരു റഷുണ്ട്. ടൈം ഒരു 5 മണിയൊക്കെ ആവാറായി. എന്നാലും അവിടെ തിരക്കുണ്ടായിരുന്നു റഹ്മാനിയയിൽ. അവർ ഈ ഒരു ടൈമിൽ അവർ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവരുടെ മറ്റേ അൽഫാമിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കയറി നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് സീറ്റൊക്കെ സെറ്റായി കിട്ടിയത്. നേരെ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ ബീഫൊന്നും ഉണ്ടായില്ല, തീർന്നായിരുന്നു. അപ്പോൾ 2 പേർക്കും ചിക്കനാണ് പറഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ റൈസ് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നല്ല പൂ പോലത്തെ റൈസ് എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് സോഫ്റ്റ് റൈസായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് CH ബിരിയാണി മാഞ്ഞാൽ ആ ബിരിയാണിയാണ് എനിക്കിതിനു മുമ്പ് കഴിച്ചതിൽ നല്ല ഇഷ്ടമായത്. പിന്നെ മല്ലു ദാബയിൽ ബിരിയാണിയും. ഇപ്പോൾ എനിക്ക് റഹ്മാനിയയിൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി അവരുടെ റൈസ് നല്ല പൂ പോലത്തെ റൈസായിരുന്നു. സോ എന്നൊട്ടും ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. ദെൻ നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്കാണ് പോയത്. അവിടെ സൺഡേ ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാറായിട്ടുണ്ടല്ലോ, അതുകൊണ്ടും നല്ല തിരക്കുണ്ട്. അപ്പോൾ പിന്നെ കുറേ അധികം എന്താ പറയുക ഭായിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി സൺഡേ ആയത് കാരണം. അപ്പോൾ അങ്ങനത്തെ നല്ല റഷ് ഉണ്ടായി. അപ്പോൾ നമ്മൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടന്നു. കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് പിന്നെ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വരാമെന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ പോയി. ക്രിസ്മസ് ഒക്കെ ആവേണല്ലോ, അപ്പോൾ നമുക്കൊക്കെ നോക്കിയിട്ടൊക്കെ വരാമെന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ എല്ലാ ഷോപ്സും എല്ലാം ഒന്ന് പകുതി വരെ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒക്കെ കയറി ഇറങ്ങിയൊക്കെ നോക്കിയാണ്. അപ്പോൾ ഈ പറയണോട്ട് നമുക്ക് തിരക്കൊക്കെ ആയത് കാരണം ഭയങ്കര ഇടുങ്ങേറായിരുന്നു അവിടെ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഷോപ്പും മീൻസ് ഓൾമോസ്റ്റ് മിക്ക ഷോപ്പിലും ഈ ഒരു ക്രിസ്മസിൻ്റെ ഈ ഒരു ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിട്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടത്. കാരണം മഴ പെയ്ത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന മഴയാണ്. അതും അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ മിന്നലും കാറ്റൊക്കെ ആയിട്ടുള്ള മഴയായിരുന്നു. ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പം തീരെന്ന് പറയണല്ലാണ്ട് തീരണേ ഇല്ല. കൂടി വന്നോളൂ മഴ. പിന്നെ അവിടെയുള്ള ഭായിമാർ നമുക്ക് അവരുടെ ഈ വിൽക്കണ സാധനങ്ങളുടെ കുട വെച്ചവർക്ക് അറിയില്ല, കുടേൻ്റെ അടിയിൽ നമ്മളെ നിർത്തി തന്നായിരുന്നു. മഴയത്ത് പെട്ട് ഗായ്സ്, മഴയത്ത് കുടയുടെ ഉള്ളിൽ കയറിയ മറൈൻ ഡ്രൈവ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു.
ഫുൾ ഔട്ട് ഓഫ് ഇങ്ങനെയാണ്. ഷൂ വരെ നാളെ ഓപ്പോസിറ്റ് എത്തിയാണ്. 1 മണിക്കൂർ 3/4 മണിക്കൂറോളം നമ്മളവിടെ നിന്നിട്ടുണ്ട്. എന്താ പറയുക, ഒട്ടും പറ്റുണ്ടായില്ല. കാരണം വെള്ളം നല്ല രീതിക്ക് കയറിപ്പോന്നു. അത്യാവശ്യം നന്നായിട്ട് മുങ്ങി. നമ്മൾ ബ്രോഡ്വേ പോയി കുളിച്ച് സെറ്റപ്പ് ആയിട്ട് അവിടെ ഉണ്ടായ ഭായിമാർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അവരുടെ സ്റ്റോക്ക് നനയാണ്ടിരിക്കുന്ന കുടേൻ്റെ ഇടയിൽ നമ്മളെ നിർത്തി തന്ന്. അങ്ങനെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അത് കാരണം തല നനഞ്ഞില്ല, ബാക്കിയൊക്കെ നനഞ്ഞായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് 3/4 മണിക്കൂർ നിന്നപ്പോഴാണ് ഊബർ തന്നെ കിട്ടിയത്. അത്രയ്ക്ക് നല്ല മഴയും വെള്ളം കെട്ടി നിൽക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആലുവെത്തി വണ്ടിയൊക്കെ എടുത്ത് നേരെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് ചെന്നു. അങ്കമാലി ആ റൂട്ട് ചെന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെയും ഫ്രണ്ട്സാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാവരും. അങ്ങനെ നമ്മൾ കടയിൽ കയറി ചായയൊക്കെ കുടിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം അവിടെ ചായ കുടിച്ച് നിന്നു. ഒന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കുറേ ചായ വാങ്ങി കുടിച്ചവിടെ നിന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡെസേർട്ടൊക്കെ കഴിക്കാനായിട്ട് പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ നമ്മുടെ ഒരു സൺഡേ. എന്താ പറയുക, ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് റെയിൻ നമ്മൾക്ക് പണി തന്നൊരു സൺഡേ ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. സോ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു സൺഡേ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നേരെ. എല്ലാവർക്കും ബൈ.